ഹലോ ഗായ്സ്, ഇന്ന് കെട്ടിയൊരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ടാന്ന് ഓർത്തിട്ടില്ലേ? പറയാം. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മസ്കറ്റിൽ പോകാം എന്ന് വിചാരിക്കുന്നു. ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റായി ഇറങ്ങാൻ പോകുന്നു. ആക്ച്വലി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, മീൻസ് ഈ ലോകത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കാണാൻ പോവാം. അറിയണമെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണണം ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഓക്കെ, നമുക്ക് പോവാം. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ലോകത്തിൻ്റെ ഈ വലിയ തിരക്കിൽ ഞാൻ എവിടെയാണ്? ആരും കേൾക്കാനില്ല എന്ന് കരുതി ഞാൻ വിതുമ്പിയ രാത്രികളിൽ, എൻ്റെ സങ്കടങ്ങൾ ആരും കാണുന്നില്ല എന്ന് കരുതി ഞാൻ തലവണയിൽ മുഖമമർത്തി കരഞ്ഞ നിമിഷങ്ങളിൽ, അപ്പോഴൊക്കെ എൻ്റെ തോളിലമർന്ന ആദൃശ്യമായ കൈ ഞാൻ അറിഞ്ഞിരുന്നില്ല. പെയ്യുന്ന ഈ മഴയിലും ആദൃശ്യമായ സ്നേഹത്തിൻ്റെ മണമാണ് ഓരോ തുള്ളിയിലും എൻ്റെ ഉള്ളിലെ മുറിവുകളെ കഴുകി ഉണക്കുന്ന പോലെ തോന്നും. മണ്ണ് മഴയെ പ്രണയിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് ആ സ്നേഹത്തിനായി ഇപ്പോഴും ദാഹിക്കുന്നു. എനിക്ക് അർഹതയില്ലാത്തപ്പോഴാണ് ആ സ്നേഹം ഞാൻ കൂടുതൽ അനുഭവിച്ചറിഞ്ഞത്. വഴിതെറ്റി നടന്നപ്പോഴും നന്ദി പറയാൻ മറന്നപ്പോഴും ആ തണൽ എനിക്കൊരിക്കലും നഷ്ടമായില്ല. ആ സ്നേഹം ഇന്നും ഒരു മഴയായി എന്നിൽ പെയ്തെറിയുന്നു. നമ്മെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ നമ്മെ സൃഷ്ടിച്ചവൻ തന്നെ നമ്മെ സ്നേഹിക്കുന്നു എന്നത് എത്ര വലിയ അത്ഭുതമാണ്. ആ സ്നേഹം തിരിച്ചറിയുകയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് താങ്ങായും തണലായും നിന്നത് ഒരാൾ മാത്രമാണ്. ആ ആൾ ഇന്നും എൻ്റെ ജീവിതത്തിലുണ്ട്. ഈ ലോകത്തിൻ്റെ തെറ്റുകൾ ചെയ്തു കിട്ടിയപ്പോൾ ഒരിക്കലും പകരം എന്നെ കൂടുതൽ സ്നേഹിച്ചു. അതെ, ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആളെ കാണാൻ വന്നിരിക്കുകയാണ്. അതാരാണെന്നറിയാമോ? എൻ്റെ യേശു. എൻ്റെ ജീവിതത്തിൽ താങ്ങായി തണലായി നിന്നവൻ. ഞാൻ വീണപ്പോൾ എന്നെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, കാർമേഘങ്ങൾ നമ്മുടെ മനസ്സിനെ മൂടാം. പക്ഷേ ഒന്നോർക്കുക, ആ മേഘങ്ങൾ പെയ്തു കഴിയുമ്പോൾ തെളിയുന്ന ആകാശം കൂടുതൽ മനോഹരമായിരിക്കും. ആ മഴവിലിനായി കാത്തിരിക്കാനുള്ള ആ കരുത്ത് തരുന്ന ഉള്ളിലെ ആ വിശ്വാസത്തിൻ്റെ പേരാണ് ദൈവം. അന്നും ഇന്നും എനിക്ക് അങ്ങയോട് പറയാനുള്ളത് ഒന്ന് മാത്രം: നന്ദി, നന്ദി.